ഉദാഹരണത്തിന് ഈ ഇതിന്റെ ക്ലോസറ്റിന് മുകളിൽ കയറി ഇരുന്നിട്ട് ഈ ഹെൽത്ത് ഫോസ്റ്റർ ഇങ്ങനെ ഞെക്കുന്നുണ്ടല്ലോ, അതൊരു കുട്ടി ഞെക്കുന്ന പോലെ ഞെക്കിക്കൊണ്ടിരിക്കുന്ന ഇടവേളകളിൽ. അത് പക്ഷെ എന്നോട് ഇത് ചെയ്യാൻ അല്ല, ഈ ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞത് വിൻഡോയും ഷാരിസും കൂടെയാണ്. മഴ തോറ്റത്ത് നല്ല മഴ അത് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ഞെക്കുന്നതിലൊരു അതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ, ഒരു അങ്ങനെ ഒരു സാധനം വന്നതേ ഉള്ളു. അല്ലാതെ ഒരിക്കലും അതൊരു അപ്പൊ അതൊരു അത് പിന്നെ പിന്നെ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ. പിന്നെ ഞെക്കുന്നതിനൊരു നമ്മൾ പറയുമ്പോൾ പിന്നെ അടവിൽ ഒരിക്കലും മുറ്റത്ത് നല്ല മഴ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ഇങ്ങനെ വന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു കുട്ടിയായിരിക്കുന്നത് എപ്പോഴും നല്ലതല്ലേ. അതെ. ഇപ്പൊ നമ്മൾ എവിടെയും പോയിട്ട്, ഞാനൊരു കാര്യം പറയാം, എപ്പോഴും പോയിട്ട് എവിടെയും പോയിട്ട് സന്തോഷം കൊടുത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ചിലപ്പം ചില ഈ പ്രശ്നങ്ങൾ പോലും മാറി കിട്ടും. നമ്മളിൽ നിന്ന് 10 മനുഷ്യരായിട്ട് സന്തോഷിപ്പിച്ച് അവരെ എഴുതിയത് ഹലോ ഓക്കെ അല്ലേ, ഹാപ്പിയല്ലേ. ഈ എല്ലാ കാലത്തും ദിലീപ് സിനിമകളിൽ ദിലീപേട്ടൻ്റെ കൂടെ ഒരു ഉപദേശി ക്യാരക്ടർ ഉണ്ടാവും. ഒന്നല്ലെങ്കിൽ അത് സുഹൃത്തായിരിക്കും, അല്ലെങ്കിൽ പ്രായം കൂടിയ ആളായിരിക്കും. അത് ഹരിശേഷവൻ ചേട്ടൻ ഉണ്ടായിട്ടുണ്ട്, സലീം കുമാർ ചേട്ടൻ ഉണ്ടായിട്ടുണ്ട്, സുരാജ് ഉണ്ടായിട്ടുണ്ട്, ഇന്നസെന്റ് ചേട്ടൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ആ പൊസിഷനിലുള്ളത് ജോണി ആന്റണിയാ. അതൊരു വളർച്ചയല്ലേ? എന്റെയോ എനിക്ക് അല്ല ജോണി ആന്റണി അല്ല എനിക്ക് ജോണി ആന്റണിയുടെ വളർച്ചയാണത്. എനിക്ക് ഭയങ്കര, ഞാൻ പറയാം, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാക്കി. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. മൂസയൊക്കെ എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ കൂട്ടുകാരനായിട്ട്, എൻ്റെ ഹീറോയുടെ കൂട്ടുകാരനായിട്ട് ഞാൻ അഭിനയിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അവിടെയാണ് അവിടെ നമ്മൾ എൻ്റെ നടത്തിപ്പെന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും വളരെ എനിക്ക് എന്നാ പറയുക, ഈ സിനിമയോട് പ്രത്യേകമായിട്ടൊരു ഇഷ്ടമുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ദിലീപായിട്ട് ഇത്രയും സ്ക്രീൻ ഡ്യൂറേഷൻ ഒരു പടം ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ നമ്മൾ കണ്ടിട്ടുണ്ട് ദിലീപ്, ഞാൻ എത്രയോ പടങ്ങൾ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു. അതിലൊക്കെ ദിലീപിൻ്റെ ഓരോ കൂട്ടുകാരുണ്ട്. അശോകൻ്റെ അത് വളരെ ലെജൻഡായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. എന്നെപ്പോലെ ഒരുത്തരും ആ റോളിലേക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ വലിയൊരു കാര്യം. പിന്നെ ആളുകൾ തിയേറ്റർ ചിരിക്കുന്നുണ്ട്. നമ്മളൊരു തമാശ കാണിച്ചിട്ട് ചിരിച്ചില്ലേ ഉണ്ടാകുന്ന ഒരു കുഴപ്പമുണ്ടല്ലോ. തിയേറ്റർ ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ടൊരു സന്തോഷമുണ്ട്. പിന്നെ അത് ഞാൻ പറയുന്നത് ഒരു ഹിറ്റാണെന്നുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ ബിൻഡോയുടെ ആദ്യത്തെ പടം എല്ലാം കൊണ്ട് ഞാൻ പറഞ്ഞില്ല, മൊത്തത്തിൽ വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഒരു കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കുന്നത്. മുമ്പ് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഇവിടെ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയ. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അകത്ത് ഇതിനകത്തൊരു ഏരിയ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറേ എന്താ പറയുക, നമ്മൾ സാധാരണ ആളുകൾ അങ്ങനെ ചിന്തിക്കാത്തൊരു ഏരിയ, അതിൻ്റെ അപകടം എന്തായിരിക്കും, ആ ഏരിയകൾ മൊത്തം പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുവോ, അത് മനസ്സിലാക്കുവോ, ഇതിനെങ്ങനെ ഇല്ല എഫക്ട്സ് ഉണ്ടെന്ന് നോക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമ്മളിപ്പോൾ ഡിജിറ്റൽ വേൾഡിൽ ശരിക്കും പറഞ്ഞ ഓക്സിജൻ ഒഴിവാക്കിയിട്ടുള്ള ഒരു ലൈഫിനും അങ്ങനത്തെ ഒരവസ്ഥയിലാണ് നമ്മൾ അല്ലേ. ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലത്തെ ഇതാണ്. ഇന്ന് കുഞ്ഞു കുട്ടികൾ വരെ അത് മേലേക്കാണ് പോണേ. അത് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫോൺ എടുത്ത് വെച്ച് യൂട്യൂബിൽ സംഭവങ്ങൾ ഓൺ ചെയ്ത് കൊടുത്താലേ അത് നിങ്ങൾ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ സംഭവത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയനെ ഒഴിവാക്കിയിട്ട് ഒരു വേൾഡ് ഇപ്പം ചിന്തിക്കാൻ പറ്റില്ല അല്ലേ. കാരണം അത്രയും എല്ലാവരും അതിലാണ്. അപ്പോൾ ഈ സിനിമയുടെ ഇവർ വന്ന് കഥ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രസന്റ് സിനാരിയോയിൽ നടക്കുന്ന സംഭവങ്ങളും, അതും ഏറ്റവും കൂടുതൽ പ്രൈവസി ആഗ്രഹിച്ച് വീടിന് ഒരു പ്രത്യേക വഴി പോലും പ്രൈവസി, അത് വന്നാൽ പ്രൈവസി പോകുമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പ്രിൻസ്, ഈ പ്രിൻസിന്റെ ലൈഫിലേക്ക് വന്ന് കയറുന്ന സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി വരുമ്പോൾ ഉണ്ടാകുന്ന അത് കാണുന്നുണ്ട്. അതാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സബ്ജക്ട് എന്ന് പറയുമ്പോൾ തന്നെയാണ് പെട്ടെന്ന് നമുക്ക് അത് ചെയ്യാം. കാരണം ഇതെല്ലാവർക്കും ചിന്തിക്കാവുന്ന ഒരു സബ്ജക്റ്റാണ്. മനസ്സിലല്ലേ. നമ്മൾ ചില വേർഡ്സ് ചില പടങ്ങൾക്ക് പേരിടുമ്പോൾ അയ്യോ എന്തുകൊണ്ട് നമ്മളത് ചിന്തിച്ചില്ല എന്ന് ചിന്തിക്കും എന്ന് പറയുന്ന പോലെ ഈ സബ്ജക്ട് കാണുമ്പോൾ പലർക്കും തോന്നും അയ്യോ നമ്മൾ ചിന്തിച്ചില്ലല്ലോ എന്ന് തോന്നാം. കാരണം നമ്മുടെ മുമ്പിൽ ഇതുപോലെ ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഇപ്പൊ ഈ യൂട്യൂബ് ഇതുമായി ബന്ധപ്പെട്ട വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് അവരൊക്കെ വന്ന് സംസാരിക്കുന്ന വെച്ചാൽ ശരിക്കും ഞങ്ങളെ ഇതാക്കിയതാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് നമ്മളോട് ദേഷ്യമോ പരിഭവോ പരാതിയോ ഒന്നുമില്ല. അവരത് എൻജോയ് ചെയ്തിട്ടാ പറയുന്നത്. ശരിക്കും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് ഈ സിനിമ സൂചിപ്പിക്കുന്നത്. അതെല്ലാവരും എൻജോയ് ചെയ്തു. ഇപ്പൊ ഈ സിനിമയെ കുറിച്ച് മോശമായിട്ട് 2-3 ആൾക്കാർ പറഞ്ഞപ്പോ തന്നെ അവരെ ഓടിച്ചിട്ട് അടിച്ചത് ഈ യൂട്യൂബേഴ്സും ഈ സിനിമ കണ്ട പ്രേക്ഷകരുമാണ്. ആരാ പറഞ്ഞങ്ങനെ ഞങ്ങൾ കണ്ടാണല്ലോ ഈ സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എന്റെ സിനിമ ഇത് കണ്ടിട്ട് കണ്ട ആളുകൾ പോയിട്ട് ബഹളം ഉണ്ടാക്കാന്ന് പറയില്ലേ, അതിനെ മോശം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്.
സത്യം ഇതല്ല എന്ന് പറയുന്ന എന്ന് പറയുന്ന അത് എടുത്ത് പറയാൻ മനസ്സ് കാണിക്കാന്ന് പറയില്ലേ. ആ സിനിമയെ എന്തായാലും നെഞ്ചിലേറ്റി എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമ്മൾ ഈ സിനിമ ഇറങ്ങിയ 5ാമത്തെ ദിവസമാണ് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ഈ സിനിമയെ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്നും ഈ സിനിമ നിങ്ങൾ കാണണമെന്നും പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ പ്രേക്ഷകരാണ്. കാരണം ഈ പടത്തിന്റെ പബ്ലിസിറ്റി മൗത്ത് പബ്ലിസിറ്റിയാണ്. ലിസ്റ്റിന് ഏറ്റവും കൂടുതൽ അല്ലെ ചെലവ് ചുരുങ്ങിയ ഒരു കാരണം ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് പ്രേക്ഷകർ തന്ന പബ്ലിസിറ്റിയാണ്. നിങ്ങൾ പോസ്റ്റേഴ്സ് നോക്കിയോ, ഫ്ലെക്സ് നോക്കിയോ, ഒരു വളരെ മൊത്തത്തിൽ എല്ലാം കുറവാണ്, എല്ലാം കുറവാണ്. അപ്പം അത് എനിക്ക് തോന്നുന്നു അതൊരു പരസ്യമായി. ഒരു പരസ്യമില്ലാതെ ഒരു നല്ല ചിത്രം. സിനിമ നല്ലതാണെങ്കിൽ സിനിമ സംസാരിക്കും. അപ്പൊ അത് അത്രമേൽ പുള്ളിക്ക് എവിടെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പുള്ളി അത് തന്നെയാണ്, സിനിമ സംസാരിക്കട്ടെ എന്നിട്ട് ഈ സിനിമയുടെ സക്സസ്സിൽ നമ്മൾ സംസാരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ട്. മാത്രമല്ല ഈ സിനിമയെക്കുറിച്ച് ആദ്യം ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ മാറ്റർ ഇല്ല, കൊച്ചു മാറ്ററേ ഉള്ളൂ. പറഞ്ഞ സ്പോയിലർ ആവുകയും ചെയ്യും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ തലം വേറെ ആയിരിക്കും, പറയാൻ പറ്റൂല. ആദ്യം നിങ്ങൾ കാണ്, എന്നിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം. ഈ ദിലീപേട്ടന്റെ വണ്ടിയുടെ നമ്പർ KL 88 D150 ആണെന്നുള്ളത് ചേട്ടനെപ്പോൾ അറിയണേ? എന്റെ വണ്ടിയുടെ നമ്പർ ഞാൻ സിനിമയിലെ വെച്ചേക്കണം. അത് പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോ കാണുന്നുണ്ട്. അത് ദിലീപേട്ടന്റെ ഐഡിയ അല്ല, നമ്മള് വെച്ച സത്യത്തിൽ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഗോകുല് വന്ന് ചോദിച്ചിട്ട് അവൻ വെച്ചാ പറഞ്ഞ ഇങ്ങനെ കൊള്ളാലോ എന്ന് പറഞ്ഞ അങ്ങനെ വെച്ചാണ്. D150 എന്ന് പറഞ്ഞിട്ട് ബ്രദർ മഞ്ചേരി ഒരു ചിരി കമ്പർത്തി എന്നൊക്കെ ഓടി വന്നാണ്. മഞ്ചേച്ചി ചിരികളുടെ ഇടയില് പോയിട്ട് കൊറേ കരയാന്ന് പറയണത് ടഫാ? ഈ ഇതിനകത്ത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീനിൽ എല്ലാവരും ദിലീപേട്ടന്റെ ക്യാരക്ടറിനോട് ദേഷ്യപ്പെടുന്നു വിചാരിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആ സമയത്ത് ചേച്ചിയുടെ ക്യാരക്ടർ വിളിച്ചിട്ട് അങ്ങനെ ഒരാൾക്ക് ഫീൽ ആയെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നാ പറയുന്നത് ആ ക്യാരക്ടർ. അപ്പൊ അങ്ങനെ ആ ഒരു ലൈഫ് ജീവിക്കുന്ന ഒരാളിൽ നിന്ന് അങ്ങനെ മാപ്പ് ഉപേക്ഷിക്കുന്ന ഒരു വേർഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനത്തെ കുറെ പോയിന്റ്സ് ഉണ്ട് ഇതിനകത്ത്. അല്ലെങ്കിൽ ഇയാൾ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഇയാൾ ആരാണെന്ന് റിവീൽ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് ഹോസ്പിറ്റൽ സീനിൽ. അത് ആ ക്യാരക്ടറിൽ നിന്ന് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കില്ല. അതൊരു എക്സൈറ്റിംഗ് ഫാക്ടറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ക്യാരക്ടർ നറേറ്റ് ചെയ്തപ്പോൾ. അതിനകത്ത് ആക്ച്വലി ആ രണ്ട് സീനും സിനിമ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്താണ് അത് അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു 2 സീനാണെന്ന് മനസ്സിലാക്കുന്നത്. ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അവസാനം ഒരു ഉഗ്രൻ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു, ഇന്നതാണെന്നും പറഞ്ഞു. പക്ഷെ അത് ചെയ്യുമ്പോഴാണ് അതിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും ഇത്ര വളരെ സെൻറ്റി ആയിട്ടുള്ള വളരെ ഫീലിംഗ് ഉള്ള ലൈഫുള്ള 2 സീനാണെന്നും മനസ്സിലാക്കുന്നത്. ആക്ച്വലി അതിനകത്ത് ദിലീപേട്ടനെ ഫോൺ ചെയ്തിട്ട് മാപ്പ് പറയുന്നത് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുവരെ പ്രിൻസെ എടാ മോനെ അങ്ങനെ വിളിച്ചാ സംസാരിക്കുന്നത്. പക്ഷെ സാറേന്ന് വിളിക്കുന്നത്.